ആസ്റ്റ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. IPLന്റെ ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 7ാം തോൽവിക്ക് പിന്നാലെ ചെന്നൈ ടീമിന്റെ ലേല പരീക്ഷണങ്ങൾ പാളിപ്പോയിരിക്കുന്നെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഹെഡ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ്. IPL മെഗാലേലത്തിലൂടെ മറ്റു ടീമുകൾ മികച്ച താരങ്ങളെ സ്വന്തമാക്കിയപ്പോൾ ചെന്നൈയുടെ തീരുമാനങ്ങളിൽ വലിയ പിഴവുകളാണ് സംഭവിച്ചത്. ടീമിലെത്തിച്ച താരങ്ങൾ പ്രതീക്ഷിച്ച പോലെ കളിക്കുന്നതുമില്ല. അതിനു പുറമെ നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പരിക്കും ചെന്നൈക്ക് വലിയ തിരിച്ചടിയായി. ഇത്തവണത്തെ IPL താരലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ടീം കൂടുതൽ ലക്ഷ്യമിട്ടത് മികച്ച ഓൾറൗണ്ടർമാരെയാണ്. ബൗളിംഗും ബാറ്റിംഗും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ മികവുറ്റ താരങ്ങൾ തീർച്ചയായും ടീമിന് വലിയ മുതൽക്കൂട്ടാകും. എന്നാൽ അവിടെ ചെന്നൈക്ക് വലിയ അബദ്ധങ്ങളാണ് സംഭവിച്ചത്. ചെന്നൈ ഉദ്ദേശിച്ചതുപോലെ ടീമിലെത്തിച്ച ഓൾറൗണ്ടർമാർ ആരും തന്നെ ഇതുവരെ മികവ് കാട്ടിയിട്ടില്ല. രവീന്ദ്ര ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ, സാം കുർറൻ, സച്ചിൻ രവീന്ദ്ര, വിജയ് ശങ്കർ തുടങ്ങിയ IPLൽ പരിചയസമ്പന്നരായ ഓൾറൗണ്ടർമാരായ താരങ്ങളെ ടീമിലെത്തിച്ചെങ്കിലും യാതൊരു ഇമ്പാക്റ്റും അവരിൽ നിന്നും ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല. 1-2 മത്സരങ്ങളിൽ രവീന്ദ്ര ജഡേജയും സച്ചിൻ രവീന്ദ്രയും മധ്യനിലവാരത്തിൽ കളിച്ചെങ്കിലും ബാക്കിയുള്ള മത്സരങ്ങളിൽ ടീമിന് വേണ്ടി അവർക്കും കാര്യമായ ഒന്നും തന്നെ ചെയ്യാൻ ആയില്ല. ചെന്നൈയുടെ ആദ്യ ചില മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ താരലേലത്തിൽ വലിയ പിഴവുകൾ സംഭവിച്ചതായി എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ്. സുരേഷ് റെയ്ന, ഹർഭജൻ സിംഗ് അടക്കമുള്ള പല മുൻ ക്രിക്കറ്റ് താരങ്ങളും ചെന്നൈയുടെ താരലേലത്തിലെ പിഴവുകൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. 5 തവണ കിരീടം ചൂടുകയും ഒരുപാട് സീസണിൽ ഫൈനലും സെമി ഫൈനലും വരെ എത്തിയ ടീമാണ് ചെന്നൈ. എന്നാൽ ഇത്ര ദയനീയമായ ഒരു ചെന്നൈ ടീമിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് റെയ്ന അടക്കം പല പ്രമുഖ താരങ്ങൾ തുറന്നടിച്ചു. ചെന്നൈയുടെ ഏറ്റവും വലിയ പ്രശ്നം പവർ ഹിറ്റർമാരായ ബാറ്റർമാർ ടോപ്പ് ഓർഡറിലും മിഡിൽ ഓർഡറിലും ഇല്ലാത്തതാണ്. ഈ സീസണിലെ CSKയുടെ കൂടുതൽ മത്സരങ്ങളിലും പവർ പ്ലേയിൽ നല്ല റൺസ് നേടുന്നതിൽ വലിയ പരാജയമാണ് ടീമിന് സംഭവിച്ചത്. ഓപ്പണിംഗ് ബാറ്റിംഗിന് ഇറങ്ങുന്നവർ ഏകദിന ഫോർമാറ്റിൽ എന്ന പോലെയാണ് ബാറ്റിംഗ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ കൂടുതൽ റൺസ് കണ്ടെത്താൻ അവർക്ക് പല മത്സരങ്ങളിലും സാധിച്ചില്ല. ആദ്യത്തെ 7, 8, 10 ഓവർ കഴിയുമ്പോൾ തന്നെ അവരുടെ പ്രധാന ബാറ്റർമാർ പലരും പുറത്തായി മടങ്ങുന്നതും ചെന്നൈയുടെ ബാറ്റിംഗ് വളരെ ദയനീയമാണെന്ന് അറിയിക്കുന്നു. 9 മത്സരങ്ങൾ കളിച്ച ചെന്നൈക്ക് വെറും 2 മത്സരങ്ങൾ മാത്രമാണ് ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതോടെ ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതയും അസ്തമിച്ചിരിക്കുകയാണ്. ചെന്നൈക്കെതിരെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടുന്ന ആദ്യത്തെ വിജയവും അതുപോലെ ചെപ്പോക്കിൽ നീണ്ട 17 വർഷത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈക്കെതിരെ നേടിയ ആദ്യ വിജയവും ചെന്നൈക്കെതിരെ ഡൽഹി 15 വർഷത്തിന് ശേഷം നേടിയ ആദ്യ വിജയവും ഈ IPLൽ കാണാനിടയായപ്പോൾ അതിലൂടെ എല്ലാവരും കണ്ടത് ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ ചെന്നൈ ടീമിനെയാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് മാറ്റം വരുത്തിയിരുന്നു CSK. ടിവോൺ കോൺവേ ഒഴിവാക്കി യുവ ഇന്ത്യൻ താരം ഷേഖ് റഷീദിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് ഉൾപ്പെടുത്തി. തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഷേഖ് റഷീദ് നന്നായി കളിച്ചു. എന്നാൽ പിന്നീട് കളിച്ച 2 കളിയിലും റഷീദ് നിരാശരാക്കി. CSK അവസാനം കളിച്ച 2 മത്സരങ്ങൾ പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്നും പുറത്തായ നായകൻ ഋതുരാജ് ഗെയ്ക്വാദിനു പകരം ടീമിലെത്തിച്ച യുവ ഇന്ത്യൻ താരം ആയുഷ് മാത്രെ കളിച്ച 2 കളിയിലും നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഹൈദരാബാദിനെതിരെ നടന്ന അവസാന മത്സരത്തിലും CSK താരം ഗുർജപ്നീത് സിംഗിന് പരിക്ക് പറ്റിയതിനാൽ പകരം ടീമിലെത്തിച്ച ദക്ഷിണാഫ്രിക്കൻ യുവതാരം ഡിവാൾ ബ്രവിസ് തന്റെ ആദ്യ മത്സരത്തിനായി ചെന്നൈക്ക് വേണ്ടി നന്നായി കളിച്ചു. 25 പന്തിൽ 4 സിക്സും 1 ഫോറും അടക്കം 42 റൺസ് ബ്രവിസ് നേടുകയുണ്ടായി. 9 മത്സരങ്ങളിലായി 20 താരങ്ങളെ മാറി മാറി പരീക്ഷിച്ചിട്ടും ചെന്നൈക്ക് വിജയിക്കാനായത് ആകെ 2 മത്സരങ്ങളിൽ മാത്രം. രാഹുൽ ത്രിപാഠി, ദീപക് ഹൂഡ, വിജയ് ശങ്കർ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾക്കും പലതവണ അവസരം നൽകിയിട്ടും ഫോം കണ്ടെത്താൻ വരഞ്ഞു. പിന്നീടാണ് അവരെല്ലാം ടീമിൽ നിന്നും മാറ്റി നിർത്തി ഷേഖ് റഷീദ്, ആയുഷ് മാത്രെ എന്നീ യുവതാരങ്ങൾക്ക് അവസരം നൽകിയത്. അവസാനം ഡിവാൾ ബ്രവിസിനും അവസരം ലഭിക്കുകയും അത് മുതലെടുക്കാനും ബ്രവിസും ആയുഷ് മാത്രമൊന്നും മറന്നതുമില്ല. ഈ സീസൺ പൂർണ്ണമായും കൈവിട്ട CSKക്ക് ഇനിയുള്ള മത്സരങ്ങൾ തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള മത്സരങ്ങൾ മാത്രമായിരിക്കും. നിലവിൽ 2 മത്സരങ്ങൾ മാത്രം ജയിച്ച CSK പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനമാണുള്ളത്. അടുത്ത IPL സീസണിൽ വലിയൊരു അഴിച്ചുപണി തന്നെ CSK ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാം.